everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 10th lecture on the subject Income Tax Law and Practice 2, and this lecture is based on capital gains, which is the second module in the subject Income Tax Law and Practice 2 for semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about computation of capital gains, and in this lecture, we are going to discuss about indexation. നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ പഠിച്ചപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ പറഞ്ഞിരുന്നു. കമ്പ്യൂട്ടേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നമ്മൾ പറഞ്ഞതാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ആണ് ഡിഡക്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷനെയും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിനെയും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ആക്കി മാറ്റുന്നത്. അതുപോലെ തന്നെ ഇൻഡെക്സേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? ഓക്കെ, ഇൻഡെക്സേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ട്രാൻസ്ഫേർഡ് അസറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. അതായത് നമുക്ക് അറിയാവുന്നതാണ് ക്യാപിറ്റൽ ഗെയിൻസ് അറൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? ക്യാപിറ്റൽ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ്. ആൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, അതായത് ട്രാൻസ്ഫർ ചെയ്ത അസറ്റിന് ഇപ്പോഴത്തെ വാല്യൂ, ഇന്നത്തെ വാല്യൂ എത്രയാണ് എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ഒരു ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു എസ്റ്റിമേഷൻ നടത്തുന്നത്. ആ ഇൻഡെക്സ് ആണ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. Therefore, indexation is done on the basis of the cost inflation index at the time of acquisition of the asset and the cost inflation index at the time of transfer. അതായത് ഇൻഡെക്സേഷൻ ചെയ്യാനായിട്ട് ഏത് ടൈമിലാണോ അസറ്റ് അക്വയർ ചെയ്തത് ആ ടൈമിലുള്ള കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സും എടുക്കും. അതുപോലെ തന്നെ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഉള്ള കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സും എടുക്കും. അതിൻ്റെ ബേസിസിലാണ് ഇൻഡെക്സേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 2008 വാങ്ങിച്ച ഒരു അസറ്റ് ഒരു 2015 ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ 2008 വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ വാല്യൂ ആയിരിക്കത്തില്ല ഇപ്പോൾ 2015 അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്, ആ വാങ്ങിയ സമയത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സും ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സും കൂടി യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ട്രാൻസ്ഫർഡ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോവുകയാണ്. ദ ഫോർമുല ഈസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു CII, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഫസ്റ്റ് ഇയർ ഇൻ വിച്ച് ദ അസറ്റ് വാസ് ഹെൽഡ് ഓർ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓൺ 1/4/2001 വിച്ച് എവർ ഈസ് ലേറ്റർ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അഥവാ പർച്ചേസ് പ്രൈസ്, അസറ്റ് അക്യൂർ ചെയ്യാനായിട്ട് ചിലവായ കോസ്റ്റ്. ഓക്കെ, ദെൻ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ്, ഏത് വർഷമാണോ അസറ്റ് വിറ്റത് അല്ലെങ്കിൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തത് ഏത് വർഷമാണോ ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു CII ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ് ഡിവൈഡഡ് ബൈ CII ഫോർ ദ ഫസ്റ്റ് ഇയർ ഇൻ വിച്ച് ദ അസറ്റ് വാസ് ഹെൽഡ്, അതായത് അസറ്റ് പർച്ചേസ് ചെയ്ത, അസറ്റ് ഹെൽഡ് ചെയ്ത വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓർ CII ഓൺ 1/4/2001, 1/4/2001 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വിച്ച് എവർ ഈസ് ലേറ്റർ. ഈ പറഞ്ഞ രണ്ടെണ്ണത്തിൽ ഏതാണോ ലേറ്റർ വരുന്നത് അതായിരിക്കും നമ്മൾ ഇവിടെ എടുക്കുന്നത്. ദെൻ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഷാൾ ബി കമ്പ്യൂട്ടഡ് ആസ് അണ്ടർ. നമ്മളിപ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കമ്പ്യൂട്ട് ചെയ്യുന്ന ഫോർമുല പഠിച്ചു. ദെൻ നമുക്കിനി ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ ഇംപ്രൂവ്മെൻറ്റ് ടു അസറ്റ് ടുക്ക് പ്ലേസ്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് അതായത് അസറ്റിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കോസ്റ്റ്. ദെൻ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ്, അതായത് ഏത് വർഷമാണോ അസറ്റ് സെയിൽ നടന്നത്, അസറ്റിൻ്റെ സെയിൽ നടന്ന വർഷം ഏതാണോ അല്ലെങ്കിൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത വർഷം ഏതാണോ ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻറ്റു cost inflation index for the year in which the asset is sold divided by cost inflation index for the year in which the improvement to asset took place. അതായത്
കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ ഇംപ്രൂവ്മെൻറ്റ് ടു അസറ്റ് ടുക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഏത് വർഷമാണോ അസറ്റിന് ഇംപ്രൂവ്മെൻറ്റ് നടന്നത് ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. സോ ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ദെൻ നമുക്ക് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്താണെന്ന് നോക്കാം. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് CII in relation to previous year means the index as the central government may, having regard to 75% of the average rise in the consumer price index urban for the immediate preceding year, notify in this behalf. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് CII ഇൻ റിലേഷൻ ടു പ്രീവിയസ് ഇയർ മീൻസ്, അതായത് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഇൻ റിലേഷൻ ടു പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്നതാണ്. ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ദിസ് ഹാവിങ് റിഗാർഡ് ടു 75% ഓഫ് ദ ആവറേജ് റൈസ് ഇൻ ദ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഫോർ ദ ഇമ്മീഡിയറ്റ് പ്രിസീഡിങ് ഇയർ. അതായത് പ്രിസീഡിങ് ഇയറിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലുണ്ടാകുന്ന 75% ഓഫ് ദി ആവറേജ് റൈസ്, ആ ഒരു ബേസിസിൽ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്ന ഇൻഡെക്സ് ആണ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. എവറി ഇയർ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യും കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ഓക്കെ. Exception: the provisions relating to indexed cost of acquisition and indexed cost of improvement will not apply to the long-term capital gains arising from the transfer of long-term capital asset being, അതായത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെയും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെയും പ്രൊവിഷൻസ് ഈ പറയുന്ന കുറച്ച് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റുകളിൽ നിന്നും റൈസ് ആവുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് ആപ്ലിക്കബിൾ അല്ല. എക്സെപ്ഷണൽ കേസസ് ആണേ. അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ കേസിലാണ് നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ഒക്കെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്ന് മൈനസ് ചെയ്യുന്നത്. പക്ഷേ ഇനി പറയുന്ന കുറച്ച് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിൽ ഈ പറയുന്ന ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ. ആൻഡ് ദ ഫസ്റ്റ് അസറ്റ് ഇസ് ബോൺസ് ഓർ ഡിബഞ്ചേഴ്സ്. അതായത് ബോൺസിനും ഡിബഞ്ചേഴ്സിനും ഇൻഡെക്സേഷൻ്റെ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ അല്ല. ഹവെവർ ദ ബെനിഫിറ്റ് ഓഫ് ഇൻഡെക്സേഷൻ വിൽ ബി അവൈലബിൾ ഓൺ ഇൻഡെക്സ്ഡ് ബോൺസ് ഇഷ്യൂഡ് ബൈ ദി ഗവൺമെൻറ്, സോറിയൻ ഗോൾഡ് ബോണ്ട്. അതായത് ബോൺസിനും ഡിബഞ്ചേഴ്സിനും ഇൻഡെക്സേഷൻ്റെ പ്രൊവിഷൻസ്, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ഈ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ അല്ല. ബട്ട് ഇൻ കേസ് ഓഫ് ഇൻഡെക്സ്ഡ് ബോൺസ് ഇഷ്യൂഡ് ബൈ ദി ഗവൺമെൻറ് ആൻഡ് സോറിയൻ ഗോൾഡ് ബോണ്ട് ദർ ഇസ് ദ പ്രൊവിഷൻ ഫോർ ഇൻഡെക്സേഷൻ. അതായത് ബട്ട് ബോൺസിനും ഡിബഞ്ചേഴ്സിനും ആപ്ലിക്കബിൾ അല്ല. പക്ഷേ ഈ പറഞ്ഞ രണ്ട് അസറ്റ്സിനും, അതായത് ഇൻഡെക്സ്ഡ് ബോൺസ് ഇഷ്യൂഡ് ബൈ ദി ഗവൺമെൻറ്റിനും സോറിയൻ ഗോൾഡ് ബോണ്ടിനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെയും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെയും പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ബീയിങ് ആൻ ഇക്വിറ്റി ഷെയർ ഇൻ എ കമ്പനി ഓർ എ യൂണിറ്റ് ഓഫ് ആൻ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് ഓർ എ യൂണിറ്റ് ഓഫ് എ ബിസിനസ് ട്രസ്റ്റ് റെഫേർഡ് ടു ഇൻ സെക്ഷൻ 112A. അതായത് ഒരു കമ്പനിയിലെ ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടിൻ്റെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ട്രസ്റ്റ്, അതായത് ബിസിനസ് ട്രസ്റ്റ് സെക്ഷൻ 112Aയിൽ റെഫർ ചെയ്തിരിക്കുന്ന ബിസിനസ് ട്രസ്റ്റിൻ്റെ ഒരു യൂണിറ്റ്, ഈ അസറ്റുകൾക്കും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെയും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെയും പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ. ഇൻ കേസ് ഓഫ് നോൺ റെസിഡൻറ്റ് അസസി, any gains arising on account of appreciation of rupee against a foreign currency at the time of redemption of rupee denominated bond of an Indian company held by him shall be ignored for the purpose of computation of full value of consideration. അതായത് ഒരു ഇന്ത്യൻ കമ്പനിയുടെ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് ഒരു നോൺ റെസിഡൻറ്റ് അസസി ഹെൽഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ബോണ്ട് റെഡീം ചെയ്യുന്ന ടൈമിൽ റുപ്പിക്ക് അപ്രിസിയേഷൻ ഉണ്ട് എഗെയിൻസ്റ്റ് ഫോറിൻ കറൻസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് റുപ്പിക്ക് അപ്രിസിയേഷൻ ഉണ്ട് എങ്കിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു അപ്രിസിയേഷൻ എടുക്കില്ല, ഇറ്റ് വിൽ ബി ഇഗ്നോർഡ്. അതായത് ഒരു നോൺ റെസിഡൻറ്റ് അസസി ഒരു ഇന്ത്യൻ കമ്പനിയുടെ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് ഹെൽഡ് ചെയ്യുന്നു. ഈ ബോണ്ട് റിഡീം ചെയ്യുന്ന ടൈമിൽ റുപ്പിക്ക് ഫോറിൻ കറൻസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ അത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കില്ല, ഇറ്റ് വിൽ ബി ഇഗ്നോർഡ്. ഓക്കെ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഇൻഡെക്സേഷൻ. താങ്ക് യു ഓൾ.